ഇതാണ് ഇലയിൽ നുരകൊണ്ട് കൂടുണ്ടാക്കുന്ന തവള. ഇവ റാക്കോഫോറസ് സ്പീഷീസ് പെട്ടവയാണ്. പറക്കുന്ന തവളകൾ അല്ലെങ്കിൽ നുരകൂട്ടുന്ന തവളകൾ എന്നും അറിയപ്പെടുന്നു. നിരവധി മരത്തവളകൾ ഈ കൂടുകൾ സൃഷ്ടിക്കുന്നു. തവള അതിന്റെ പിൻകാലുകളും ഉമിനീരും ഉപയോഗിച്ച് ഒരു നുരയെപ്പോലെയുള്ള പദാർത്ഥം അടിച്ച് മുട്ടകളുമായി കലർത്തുന്നു. ഈ നുര മുട്ടകളെ വേട്ടക്കാരിൽ നിന്നും നിർജ്ജലീകരണത്തിൽ നിന്നും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. കൂട് സാധാരണയായി വെള്ളത്തിനു മുകളിലുള്ള ഇലകളിലോ ശാഖകളിലോ ഘടിപ്പിച്ചിരിക്കുന്നു. ടാഡ്പോളുകൾ വിരിയുമ്പോൾ അവ നേരെ താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുന്നു. നുര സ്ഥിരതയുള്ളതാണ്. ഉള്ളിലെ മുട്ടകൾ ടാഡ്പോളുകളായി വികസിക്കുന്നതുവരെ ദിവസങ്ങളോ ആഴ്ചകളോ പോലും നിലനിൽക്കും. നുരയ്ക്കുള്ളിൽ മുട്ടകൾ വിരിയാൻ സാധാരണയായി 5 മുതൽ 10 വരെ ദിവസമെടുക്കും. ചൂടുള്ള സാഹചര്യങ്ങളിൽ പോലും നുര മുട്ടകളെ ഈർപ്പം നിലനിർത്തുന്നു. അവ ഉണങ്ങുന്നത് തടയുന്നു. വിരിഞ്ഞതിനുശേഷം ടാഡ്പോളുകൾ വെള്ളത്തിൽ വളരാൻ 6 മുതൽ 12 വരെ ആഴ്ച എടുത്തേക്കാം. ചൂടുള്ള സാഹചര്യങ്ങൾ സാധാരണയായി അവയെ വേഗത്തിൽ വികസിപ്പിക്കുന്നു. പതുക്കെ കാലുകൾ വളരുന്നു. വാലുകൾ നഷ്ടപ്പെടുന്നു. ശ്വാസകോശം വികസിക്കുന്നു. ഈ ഘട്ടത്തിന്റെ അവസാനത്തോടെ അവ തവളക്കുട്ടികളായി മാറുന്നു. നുരയെ വളർത്തുന്ന തവള ഇനങ്ങളിലും മുട്ടയിൽ നിന്ന് ചെറിയ തവളക്കുട്ടിയിലേക്കുള്ള മുഴുവൻ യാത്രയും ഏകദേശം 2 മുതൽ 4 വരെ മാസമെടുക്കും.